2 C2 salt and pepper. നമുക്ക് ഇന്നിവിടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കാൻ നോക്കാം. ഇവിടെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സോൾട്ട്. ഇത്രയും സാധനം ഞാനിവിടെ ഒരു 3 തവണയായിട്ട് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇതിങ്ങനെ തരിച്ച് ഒരു 3 തവണ എന്തായാലും നമ്മൾ തരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ചിനെസ് ഒക്കെ നമുക്ക് കുറയും. ഇത്രയും 3 തവണയെങ്കിലും മിനിമം നമ്മളിങ്ങനെ തരിച്ച് മാറ്റി വെക്കണം. നമുക്ക് ഇവിടെ കേക്ക് ട്രേ സെറ്റ് ചെയ്ത് വെക്കാം. ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ഒരു ബേക്കിംഗ് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട 1 കപ്പ് ഷുഗർ പൊടിച്ച് വെക്കാം. ഇനി നമുക്കൊരു 4 മുട്ട, 1 kg കേക്ക് ആണെങ്കിൽ ഒരു 4 മീഡിയം സൈസ് മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഞാനിവിടെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഷുഗർ ഇതിനകത്തേക്ക് കുറച്ചിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ നമ്മളിവിടെ കുറച്ചാണ് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ കട്ടയായി പോവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ബീറ്റ് ചെയ്യണം. എല്ലാ ഭാഗത്തും ബീറ്റർ എത്തുന്ന രീതിയിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഹൈ സ്പീഡിലൊരു 3 to 4 മിനിറ്റ്സ് നിർത്താതെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല ഒരു പതഞ്ഞ ഒരു കൺസിസ്റ്റൻസി തന്നെ വരും. അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട. അതിന് ശേഷം ഓയിൽ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആവാനുള്ള ബീറ്റിംഗ് മതി. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്, തരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓവർ ബീറ്റ് ആവാതെ നോക്കണം. നമ്മുടെ പതഞ്ഞിട്ടുള്ള കൺസിസ്റ്റൻസി പോവാതെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് നമ്മുടെ ബാറ്റർ നല്ല സൂപ്പർ ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററാണ്. ഇതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക്, റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളയണം. ഞാനിവിടെ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിനകത്തേക്ക് ഒരു 180 ഡിഗ്രിയിൽ 30 to 40 മിനിറ്റ്സ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ച കേക്കാണിത്. എനിക്ക് കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. സൂപ്പർ സ്പഞ്ചി ആയിട്ടുള്ള ബേസ് കേക്കാണിത്. ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം മുറിച്ചാൽ മതി. തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. വൈറ്റ് ഫോറസ്റ്റ് കേക്കിലേക്ക് നമ്മൾ ചെറിയും കൂടി കട്ട് ചെയ്തിട്ടാണ് സിറപ്പ് റെഡിയാക്കുന്നത്. ഇപ്പോൾ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് 3 ലെയറായിട്ട് ഞാൻ ഈക്വൽ പീസസ് ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡിൻ്റെ അകത്തേക്ക് കുറച്ച് ആദ്യം നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫായി വരുമ്പം ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കമിഴ്ത്തിയാലൊന്നും പോരില്ല. ആ രീതിയിൽ വേണം ചെയ്യാൻ. ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് ബോർഡിനകത്തേക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നമ്മുടെ ഒരു ലെയർ കേക്ക് വെച്ച് ഷുഗർ സിറപ്പിട്ട് നന്നായി സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ക്രീം തേച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ ചെറി സിറപ്പിൻ്റെ അകത്തിട്ട ചെറി കുറച്ച് നമുക്ക് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് നട്ട്സും ഞാനെല്ലാം കൂടി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാനിത് 3 ലെയറും അങ്ങനെ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചുറ്റിനും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ഫ്ലോറൽ ഡിസൈൻ വെച്ച് ചെറീസും വെച്ച് ഇത് അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.